ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ഒരു ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാല ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളകും ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ മസാല ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിൽ പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ നമുക്കൊരു ഹാഫ് കുക്കാക്കി എടുക്കണം. അതിനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ലോ ടു മീഡിയം ആയിരിക്കണം, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകും. ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പൊട്ടാറ്റോ എല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് കുക്കായിട്ടില്ല, ഒരു ഹാഫ് കുക്കേ ആയിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മറ്റ് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ക്യാരറ്റ്, ഗ്രീൻ പീസും ബീൻസുമാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫ്രോസൺ വെജിറ്റബിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് പൊട്ടാറ്റോ ഹാഫ് കുക്കാക്കിയത്. അതെല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ പൊട്ടാറ്റോ ചേർക്കുന്ന സമയത്ത് തന്നെ മറ്റ് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൽ വേവാനായിട്ട് ആവശ്യമായ വെള്ളം ഇവിടെ 1 കപ്പ് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മറ്റ് വെജിറ്റബിൾസ് എല്ലാം വേവുന്നവരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് 1/4 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 കാഷ്യൂസുമാണ് ചേർത്തിട്ടുള്ളത്. ഇവ നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ചേർത്ത വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഒരു 3/4 കപ്പ് ചുടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചുടുവെള്ളം ഒഴിച്ച് വന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതോടെ നമ്മുടെ വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.